നമ്മുടെ കേരളം എന്ന ഒരു വലിയ രാഷ്ട്രീയ സംവാദത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുവെന്നും വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നേറുന്നുവെന്നും അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളുടെ പുറമോടിക്കപ്പുറം നമ്മുടെ സംസ്ഥാനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാർ അധികാരമേറ്റെടുത്തത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഭരണ നടപടികൾ പരിശോധിക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് മുകളിൽ അഴിമതിയുടെയും സുതാര്യതയില്ലായ്മയുടെയും കരിനിഴൽ വീണിരിക്കുന്നു എന്ന് കാണാം. ഭരണത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തവയാണ്. ജനങ്ങളുടെ നികുതിപ്പണം വികസനത്തിന് ഉപയോഗിക്കുന്നതിനു പകരം പിൻവാതിൽ നിയമനങ്ങൾക്കും ഭരണപരമായ ധൂർത്തുകൾക്കും വഴിമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സുതാര്യമായ ഭരണമെന്ന് ആവർത്തിക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത അവസ്ഥയും വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രീതിയും ജനാധിപത്യത്തിനും ചേർന്നതല്ല. അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഒരു ഭരണക്രമം കേരളത്തെ കടക്കെണിയിലേക്കും ഭരണപരമായ സ്തംഭനത്തിലേക്കുമാണ് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ തങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് അഥവാ പ്രോഗ്രസ് കാർഡുമായി ജനങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ട് വെച്ച 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചെന്നും 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും കണക്കുകൾ നിരത്തി അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണനിർവഹണം ലളിതമാക്കിയെന്നും 82 ലക്ഷം അപേക്ഷകൾ തീർപ്പാക്കിയെന്നും പറയുന്നതിലൂടെ സർക്കാരിന്റെ കാര്യക്ഷമതയാണ് ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ഈ ശതമാന കണക്കുകൾ കൊണ്ട് മാത്രം അളക്കാൻ കഴിയുന്നതാണോ ഒരു ജനതയുടെ പുരോഗതി? സർക്കാർ പറയുന്ന ഈ 97% സാധാരണക്കാരന്റെ വിശപ്പും മറ്റും എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? കണക്കുകൾ കൊണ്ട് കണ്ണു മയക്കുന്ന ഈ രീതി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായി മാത്രമേ കാണാൻ സാധിക്കൂ. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വികസനത്തിന്റെ കണക്കുകൾ ഒരു കവചമായി ഉപയോഗിക്കുകയാണ് ഇവിടെ LDF സർക്കാർ ചെയ്യുന്നത്. ഈ കണക്കുകളിലെ പൊള്ളത്തരം നിങ്ങൾ തിരിച്ചറിയുന്നത് വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും നോക്കുമ്പോഴാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായ ആ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർ ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് രാഷ്ട്രീയ ഭേദമന്യേയായിരുന്നു. ആ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ആ പണം ഉപയോഗിക്കപ്പെടുമെന്ന് നാം വിശ്വസിച്ചു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഇരകൾക്കിന്ന് എന്ത് നീതിയാണ് ലഭിച്ചത്? വീടുകൾ പൂർത്തിയാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൽ അഭിമാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം മണ്ണും വീടും നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്ക് ഇന്നും അടച്ചുറപ്പുള്ള ഒരു മേൽക്കൂര നൽകാത്തത്? പുനരധിവാസം എന്നത് പ്രസംഗങ്ങളിലും കടലാസ് റിപ്പോർട്ടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്നും വാസയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ അടുത്ത മഴയെ ഭയന്ന് കഴിയുന്ന ആ മനുഷ്യരുടെ അവസ്ഥ ഭരണകൂടത്തിന്റെ വലിയ പരാജയമാണ് വിളിച്ചു പറയുന്നത്. ദുരിതാശ്വാസ ഫണ്ടിന്റെ വിനിയോഗത്തിൽ പുലർത്തേണ്ട ജാഗ്രതയും സുതാര്യതയും എവിടെ പോയി? സഹായങ്ങൾ അർഹരിലേക്ക് എത്തുന്നതിനു പകരം ഭരണപരമായ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഴിമതിയുടെയും ധൂർത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭരണകൂടത്തിന് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. പ്രോഗ്രസ് റിപ്പോർട്ടിലെ കണക്കുകൾ എത്ര തിളക്കമുള്ളതാണെങ്കിലും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മണ്ണിൽ നീതിക്കായി കാത്തിരിക്കുന്നവരുടെ നിശബ്ദത അതിനേക്കാൾ വലിയ ശബ്ദമായി ഉയരുന്നുണ്ട്. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മുക്തമായ സുതാര്യമായ സാധാരണക്കാരന്റെ വേദന തിരിച്ചറിയുന്ന ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്. 97% വാഗ്ദാനങ്ങൾ പാലിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യരുടെ ജീവിതം എവിടെയും എത്താതെ നിൽക്കുന്നത് ഭരണകൂടത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ്. കണക്കുകളെക്കാൾ പ്രധാനം മനുഷ്യത്വമാണെന്നും അധികാരം എന്നത് സേവനത്തിനുള്ളതാണെന്നും ഈ ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നീതി ലഭിക്കാത്ത ഇരകളുടെ ശാപവാക്കുകൾക്ക് മുന്നിൽ ഏത് പ്രോഗ്രസ് റിപ്പോർട്ടും വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണ്. ഇനി ഒരു വശത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ തങ്ങളുടെ രണ്ടാം വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ടിലെ 97% വാഗ്ദാനങ്ങളും പാലിച്ചുവെന്ന് അവകാശപ്പെട്ട് വലിയ പരസ്യങ്ങളാണ് നൽകുന്നത്. എന്നാൽ മറുവശത്ത് സാധാരണക്കാരന്റെ അടുക്കള മുതൽ സംസ്ഥാനത്തിന്റെ ഖജനാവ് വരെ വറ്റി വരണ്ട് കിടക്കുകയാണ്. വികസനത്തിന്റെ ഈ കള്ളക്കണക്കുകൾക്കിടയിൽ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കടക്കിണിയിൽ മുങ്ങിത്താഴ്ന്ന ഒരു സംസ്ഥാനത്തെയാണോ നിങ്ങൾ വികസിതം എന്ന് വിളിക്കുന്നത്?
ഓരോ മലയാളി കുട്ടിയും ഇന്ന് ജനിച്ചു വീഴുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയിലേക്കാണെന്ന സത്യം ഈ പ്രോഗ്രസ് കാർഡിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ ഈ ഭരണക്രമം കേരളത്തെ ഒരു തകർച്ചയുടെ വക്കിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഭരണസിരാ കേന്ദ്രങ്ങളിൽ അഴിമതി ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. വികസന പദ്ധതികളുടെ ഓരോ ഫയലിലും സ്വജനപക്ഷപാതത്തിന്റെയും കമ്മീഷൻ ഇടപാടുകളുടെയും കറ പുരണ്ടിട്ടുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾ വഴി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ തെരുവിലാക്കുമ്പോൾ പാർട്ടി ബന്ധുക്കൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം നൽകുന്ന വിരോധാഭാസമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ആഡംബര വാഹനങ്ങൾക്കും വിദേശ യാത്രകൾക്കും വേണ്ടി കോടികൾ ചിലവാക്കുന്ന ഭരണാധികാരികൾക്ക് ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് 97% മാർക്ക് സ്വയം നൽകാൻ കഴിയുന്നത്? പെൻഷൻ ലഭിക്കാതെ വൃദ്ധജനങ്ങളും ശമ്പളം മുടങ്ങി KSRTC ജീവനക്കാരും തെരുവിൽ സമരം ചെയ്യുമ്പോൾ ആഘോഷങ്ങൾക്കും പരസ്യങ്ങൾക്കും വേണ്ടി ഖജനാവ് തുറന്നിടുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ഇനി സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി പറയുന്ന ലൈഫ് മിഷന്റെ കാര്യമെടുക്കാം. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചുവെന്ന അഭിമാനത്തോടെ മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്നത് എന്താണ്? സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത വാടക വീടുകളിൽ ജീവിതം ഹോമിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്നും നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ 5 ലക്ഷം വീടുകൾ ആർക്കാണ് നൽകിയത്? അർഹതപ്പെട്ടവർ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും പാർട്ടി അനുകൂലികൾക്കും മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനമായി ലൈഫ് മിഷൻ മാറിയോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. വീടില്ലാത്തവന്റെ വേദനയെ വോട്ടാക്കി മാറ്റുന്ന ഈ കളി എത്ര കാലം തുടരും? നമ്മുടെ യുവജനത ഇന്ന് കേരളം വിട്ടു പോവുകയാണ്. തൊഴിലില്ലായ്മയും അഴിമതിയും നിറഞ്ഞ ഈ നാട്ടിൽ തങ്ങൾക്ക് ഭാവിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ലക്ഷക്കണക്കിന് യുവാക്കളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. കേരളത്തെ ഒരു വയോജന കേന്ദ്രമാക്കി മാറ്റുന്ന ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ഈ ഭരണകൂടം തന്നെയല്ലേ? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പുരോഗതി അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരന് ഗുണമേന്മയുള്ള സേവനം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിലെ മറ്റൊരു പ്രധാന അവകാശവാദം 4.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി എന്നതാണ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകി അവരെ ഉടമസ്ഥരാക്കി മാറ്റി എന്ന വലിയ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പട്ടയങ്ങൾ ആർക്കാണ് ലഭിച്ചത്? പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിക്കുന്ന മണ്ണിൽ ഒരു അവകാശവുമില്ലാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളും തീരദേശ നിവാസികളും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ കൈകളിൽ ഈ പറയുന്ന പട്ടയങ്ങൾ എത്തിയോ? ഇന്നും ഭൂമിക്കായി സമരം ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ സർക്കാർ നിരത്തുന്ന ഈ 4.5 ലക്ഷം കണക്ക് ആരെ പറ്റിക്കാനാണ്? ഭരണകൂടം പറയുന്ന ഈ കണക്കുകളിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയായതോ അല്ലെങ്കിൽ സാങ്കേതികമായി മാത്രം കൈമാറിയതോ ആയ രേഖകളാണ്. തോട്ടം ഭൂമിയും വനഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ആ പാവപ്പെട്ടവന്റെ അപേക്ഷകൾ ഇന്നും വില്ലേജ് ഓഫീസുകളിലും കലക്ട്രേറ്റുകളിലും പൊടിപിടിച്ചു കിടക്കുകയാണ്. അഴിമതിയും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് ഭൂമി പതിച്ചു നൽകാൻ കാണിക്കുന്ന ആവേശം തലമുറകളായി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കും സാധാരണക്കാർക്കും പട്ടയം നൽകുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? നമ്മുടെ മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന്. അതായത് ഏകദേശം 870-ലധികം വാഗ്ദാനങ്ങൾ പൂർത്തിയായെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. പക്ഷേ ഈ പറയുന്ന വികസനവും പുരോഗതിയും നമ്മുടെ കേരളത്തിൽ എവിടെയാണ് കാണാനുള്ളത്? കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശതമാനക്കണക്കുകളിലെ തിളക്കമാണോ അതോ സാധാരണക്കാരന്റെ ജീവിതത്തിലെ കരിനിഴലാണോ? 97% വാഗ്ദാനങ്ങൾ പാലിച്ച ആ ഒരു സംസ്ഥാനത്ത് എന്തിനാണ് നമ്മുടെ യുവാക്കൾ കൂട്ടത്തോടെ നാടുവിടുന്നത്? ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും നിയമനം ലഭിക്കാതെ തെരുവിൽ സമരം ചെയ്യുമ്പോൾ പിൻവാതിൽ വഴി സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതാണോ നിങ്ങൾ പറയുന്ന 97% വിജയം? കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. നെല്ലളന്ന കർഷകന് മാസങ്ങളോളം പണം നൽകാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതാണോ നിങ്ങളുടെ പുരോഗതി? പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് തീ വിലയാകുമ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ലാതെ ജനങ്ങൾ വലയുമ്പോൾ ഏത് വാഗ്ദാനമാണ് നിങ്ങൾ പാലിച്ചതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അഴിമതിയുടെയും കമ്മീഷൻ ഇടപാടുകളുടെയും കറപുരളാത്ത ഒരു പദ്ധതി പോലും ഈ 2ാം LDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുണ്ടോ? AI ക്യാമറ മുതൽ K ഫോൺ വരെ നീളുന്ന വിവാദങ്ങൾ ഭരണസിരാ കേന്ദ്രങ്ങളെ തന്നെ
പിടിച്ചുലയ്ക്കുമ്പോൾ ഈ അഴിമതികൾക്കെല്ലാം വികസനത്തിന്റെ ഭാഗമാണെന്നാണോ നാം വിശ്വസിക്കേണ്ടത്? 900 വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും വയനാട്ടിലെ ഇരകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദുരന്തമുഖത്ത് സഹായം അഭ്യർത്ഥിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഈ 97% എന്ന കണക്ക് വലിയൊരു ക്രൂരതയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രസ് കാർഡ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് സ്വന്തം പരാജയങ്ങളെ മറച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. കടക്കിണിയിൽ മുങ്ങി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്തെ നമ്പർ 1 എന്ന് വിളിക്കുന്നത് ആത്മവഞ്ചനയാണ്. കേരളത്തിന്റെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുമ്പോഴും പൊതുഗതാഗത സംവിധാനമായ KSRTC ശ്വാസം മുട്ടുമ്പോഴും ഏത് വികസനമാണ് നിങ്ങൾ ഈ 97% ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അക്കങ്ങൾ കൊണ്ട് കോട്ട കെട്ടാൻ എളുപ്പമാണ്, എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് വേണ്ടത്. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ ഈ ഭരണകൂടം സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. കണക്കുകളിലല്ല, സാധാരണക്കാരന്റെ അടുക്കളയിലും അവന്റെ പോക്കറ്റിലുമാണ് വികസനം ഉണ്ടാകേണ്ടത്. അതുണ്ടാകാത്ത കാലത്തോളം നിങ്ങളുടെ 97% എന്ന അവകാശവാദം കേവലം ഒരു പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ട് മാത്രമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.